55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിയും മികച്ച നടിക്കുള്ള അവാർഡ് ഷംല ഹംസയും ഏറ്റുവാങ്ങി. പത്മഭൂഷൺ ലഭിച്ച മമ്മൂട്ടിയെ വേദിയിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ജെ.സി. ഡാനിയേൽ പുരസ്കാരം നടി ശാരദയും ഏറ്റുവാങ്ങി. മലയാളത്തിന്റെ മഹാനടന് പത്മഭൂഷൺ ലഭിച്ച നിറവിലായിരുന്നു ചലച്ചിത്ര പുരസ്കാര വേദി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വേദി നിറകയ്യടികളോടെയാണ് മലയാളത്തിന്റെ മമ്മൂക്കയെ സ്വീകരിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയും ഏറ്റുവാങ്ങി. അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിൽ ഓരോ പുരസ്കാരവും കലാകാരന്മാർക്കുള്ള പ്രോത്സാഹനമാണെന്ന് മമ്മൂട്ടി. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. പത്മഭൂഷൺ പുരസ്കാരത്തിന്റെ നേട്ടത്തിനിടയിൽ സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങിയ മമ്മൂട്ടിയെ മുഖ്യമന്ത്രി വേദിയിൽ അഭിനന്ദിച്ചു. സാംസ്കാരിക മന്ത്രി പങ്കുവച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് ജെ.സി. ഡാനിയേൽ പുരസ്കാരം നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു. മമ്മൂക്ക അവർക്ക് അമ്മ മനസ്സ് തങ്ക മനസ്സ് ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങളെ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. മികച്ച സിനിമയ്ക്കും സംവിധായകനുമടക്കം 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർ ഏറ്റുവാങ്ങിയത്. സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, ലിജോ മോൾ ജോസ്, ആസിഫ് അലി, ടൊവിനോ തോമസ് തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.